രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിമാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്. അവന്യൂ സൂപ്പർ മാർട്ട് കഴിഞ്ഞ ദിവസം 0.27% ഇടിഞ്ഞ് 4941 ക്ലോസിംഗ് നൽകി. 3.21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 121. 52 വീക്ക് ഹൈ 5484, 52 വീക്കിലോ 3616. 52 വീക്ക് ഹൈയിൽ നിന്നും ഒരു പ്രൈസ് റിജക്ഷൻ നേരിടുന്ന സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർട്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 3% നെഗറ്റീവ് റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ 21% റിട്ടേണാണ് സ്റ്റോക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q2 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. മുമ്പ് വി മാർട്ടിൻ്റെ Q2 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നതിന് ശേഷം സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. സെയിം സെക്ടറിലെ കമ്പനികളുടെ Q2 റിസൾട്ടിന് മുകളിൽ മാർക്കറ്റ് മികച്ച രീതിയിൽ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ സ്റ്റാൻഡ് അലോൺ റവന്യൂ 14% വർദ്ധിച്ച് 14,050 കോടിയായി ഉയർന്നു എന്നാണ് Q2 ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം 12,308 കോടി രൂപയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂ ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 377ലേക്ക് ഉയർന്നു. ജൂൺ ക്വാർട്ടറിൽ 6 സ്റ്റോറുകൾ കമ്പനി പുതിയതായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ 45 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇനി കഴിഞ്ഞ ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ റവന്യൂ 19% വർദ്ധിച്ച് 14,069 കോടിയായി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്വാർട്ടറിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഇടിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 17% ഉയർന്ന് 774 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡിമാർട്ട് ലോ കോസ്റ്റ് ലോ പ്രൈസ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും കസ്റ്റമേഴ്സിന് വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കോമ്പറ്റീവ് പ്രൈസിൽ നൽകുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന റീറ്റെയിൽ സെക്ടറിലെ കമ്പനിയാണ്. CLSA പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിൽ ബുള്ളിഷാണ്. CLSA ഡിമാർട്ടിൻ്റെ ടാർഗറ്റ് 5,535 നിന്നും 5,650 ഉയർത്തുകയും ചെയ്തിരുന്നു. കമ്പനി സസ്റ്റൈനബിലിറ്റിയിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതും കമ്പനിയുടെ ടോട്ടൽ പവർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ സോളാർ എനർജിയിലേക്ക് കമ്പനി മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രഭുദാസ് ലീലാധർ പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും കമ്പനിയുടെ എബിറ്റ മാർജിൻ എക്സ്പാൻഷൻ 10 ബേസിസ് പോയിൻറ്റോളം ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ 15 മുതൽ 20% സെയിൽസിൽ CAGR മെയിൻറ്റെയിൻ ചെയ്യാനും റോബസ്റ്റ് സ്റ്റോർ ഓപ്പണിങ്ങിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 1,500-ലധികം സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് ഡിമാർട്ടിന് മുന്നിലുള്ളത്. ഡിമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം 4,500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും. 4,500-നടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് മികച്ച ബൈയിങ് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ഇപ്പോൾ 4,942-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 4,750, 4,675 തുടങ്ങിയ ലെവലുകൾ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞ് 7,417-നടുത്ത് ക്ലോസിംഗ് നൽകി. ബജാജ് ഫിനാൻസും 52 വീക്ക് ഹൈയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഡൗൺ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ്. 4.60 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.59, ഡിവിഡൻഡ് ഈൽഡ് 0.49%. ബജാജ് ഫിനാൻസ് 6 മാസം കൊണ്ട് 1%-നടുത്ത് റിട്ടേണാണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിലും സ്റ്റോക്ക് ഫ്ലാറ്റ് റിട്ടേണാണ് നൽകിയത്. ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ, അതായത് 8,000-8,500 രൂപയുടെ റെസിസ്റ്റൻസ് കമ്പനി നേരിടുന്നു. അതേസമയം സപ്പോർട്ട് ഹയർ പ്രൈസിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റിയെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെയും Q2 ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. Q2 ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 29% വർദ്ധിച്ച് 3.74 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ലോൺ പോർട്ട്ഫോളിയോ 14% വർദ്ധിച്ച് 9.69 ബില്യനായി മാറി. കൂടാതെ നെറ്റ് ലിക്വിഡിറ്റി സർപ്ലസ് 20,100 കോടിയായി രേഖപ്പെടുത്തുകയും ടോട്ടൽ ഡെപ്പോസിറ്റ് 21% വർദ്ധിച്ച് 66,100 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നെറ്റ് ഇൻകം 25% വർദ്ധിച്ച് 8,365 കോടിയും ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 28% വർദ്ധിച്ച് 16,098 കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ കമ്പനിയുടെ അതർ ഇൻകം 97.8% വർദ്ധിച്ച് 3.64 കോടിയായി മാറി. ലോൺ ലോസസ് പ്രൊവിഷൻ ലോസ് 70% വളർന്ന് 1,685 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്രാവശ്യം കസ്റ്റമർ ഫ്രാഞ്ചൈസിയിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഈ ക്വാർട്ടറിൽ 3.98 മില്യൺ കസ്റ്റമർ ഫ്രാഞ്ചൈസി
ഫ്രാഞ്ചൈസി അച്ചീവ് ചെയ്യാനും ടോട്ടൽ കസ്റ്റമർ ഫ്രാഞ്ചൈസി 92.09 മില്യണിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. NBFC കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷം 31% വളർച്ച കൈവരിച്ച് 1.80 ലക്ഷത്തിൽ നിന്നും 2.70 ലക്ഷത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. പ്രൊവിഷണൽ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 3 ലക്ഷത്തിൽ നിന്നും 3.74 ലക്ഷത്തിലേക്ക് കമ്പനിക്ക് 2.70 ലക്ഷത്തിൽ നിന്നും 3.74 ലക്ഷത്തിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 7350 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട്. സ്റ്റോക്ക് 7400 ട്രേഡ് ചെയ്യുന്നു. 7350 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 7250, 7000 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 6500 ആയിരുന്നു. 6500 സ്റ്റോക്ക് ദീർഘകാലം ട്രേഡ് ചെയ്യുകയും അവിടെ ഇൻവെസ്റ്റേഴ്സിന് പൊസിഷൻ എടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം 6750 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയും പിന്നീട് സ്റ്റോക്കിൽ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ലിസ്റ്റിങ്ങിനോടനുബന്ധിച്ച് ഉയർന്ന ബൈയിങ് വന്ന് സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് ഉയരുകയുമായിരുന്നു. ദീർഘകാലമായി ഈ സ്റ്റോക്കിന് 8000, 8500 തുടങ്ങിയ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ബജാജ് ഫിനാൻസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബജാജ് ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.